നമസ്കാരം. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അദാനി അംബാനിമാർ തുടങ്ങിയ കോർപ്പറേറ്റ് മുതലാളിമാർക്കെതിരെ നമ്മുടെ രാജ്യത്തെ ഒരുപറ്റം രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപറ്റം ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അവര് എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, രാജ്യദ്രോഹികളാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണ പ്രവർത്തനം ആണ് നടക്കുന്നത്. അതുകൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കണം. അവരെ തെണ്ടി കുത്തുപാളയടിപ്പിച്ചാലേ നമ്മുടെ രാജ്യത്തെ ഒരു ഭാഗം ആളുകൾക്ക് ഉറക്കം വരുള്ളൂ എന്നതാണ് സ്ഥിതി. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവർ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് സഹകരിച്ചു പോകുന്നു പോലും. അവർക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ടെന്ന് തോന്നുന്നില്ല. ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ആളുകളോട്, ഗവൺമെന്റിനോട്, അവരുടെ പ്രസ്ഥാനത്തോട് സഹകരിച്ചു പോവുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ബിസിനസ്സുകാരെടുത്തിരിക്കുന്ന സമീപനം. ഇല്ലാതെ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവർ കോൺഗ്രസ് ഗവൺമെന്റിനോട് സഹകരിച്ച് മുന്നോട്ട് പോയി. ഏറ്റവും കൂടുതൽ ഫണ്ട് ആ കാലഘട്ടത്തിൽ അവർ കോൺഗ്രസ് നൽകി. ഇപ്പം BJP ആണ് ഏറ്റവും വലിയ കക്ഷി എന്നുള്ളതിൽ നിൽക്കുന്നത്. 10-20 സ്റ്റേറ്റ് ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. മോഡിയുടെ ശക്തമായ ഭരണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവര് മോഡി ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയിൽ, കോർപ്പറേറ്റ് മുതലാളിമാർ എന്നുള്ള നിലയിൽ അവർക്ക് ഭരിക്കുന്ന ഗവൺമെന്റുകളോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ വ്യവസായം തകർന്ന് തരിപ്പണമാക്കും, ആക്കും. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആക്കും. അത് തിരിച്ചറിയാനുള്ള ബോധം, വിവേകം, തിരിച്ചറിവ് ഇന്ത്യയെ കോർപ്പറേറ്റ് മുതലാളിമാർക്കുണ്ട്. ഇന്ത്യയിലെ അല്ല, വിദേശത്തുള്ളവർക്കും ഉണ്ട്. അതിലുപരി അവർ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? അവര് ലക്ഷക്കണക്കായ ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്നു. അതിലുപരി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നികുതി വരുമാനം നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് എത്തിക്കുന്നു ഓരോ വർഷവും. അപ്പൊ അവരെ തകർത്താൽ എന്താ സംഭവിക്കുക? ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വഴിയാധാരമാവും, തൊഴിലില്ലാതെയാവും. നമ്മുടെ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നികുതി വരുമാനം നഷ്ടപ്പെടും. നമ്മുടെ വ്യവസായ മേഖല തകരും. നമ്മുടെ സാമ്പത്തിക മേഖല തകർച്ചയെ നേരിടും. ഈ ഇന്ത്യൻ വ്യവസായികളെ തകർത്താൽ, ടാറ്റയാണെങ്കിലും ബിർളയാണെങ്കിലും അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും, ഇവരെയൊക്കെ തകർത്താൽ എന്താ സംഭവിക്കുക? ഇവരെല്ലാം തകർത്തു കഴിഞ്ഞാൽ വിദേശ കുത്തകകൾ ഇങ്ങോട്ട് നിർബാധം കടന്നു വരും. ടാറ്റയും ബിർളയും അംബാനിയും അദാനിയും ഒക്കെ എത്ര സ്വത്തുക്കൾ ഉണ്ടാക്കിയാലും എവിടെയൊക്കെ ബിസിനസ് നടത്തിയാലും അവർ ലോകത്തിന്റെ തന്നെ പല ഭാഗത്ത് ബിസിനസ് നടത്തുന്നവരാണ്. അവരുടെ വരുമാനത്തിന്റെ സിംഹഭാവവും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. എന്നാൽ ഇവര് തകർന്ന പകരം വിദേശ കുത്തകൾ ഇങ്ങ് വന്നാലോ? അവര് ഇവിടുന്ന് കിട്ടുന്ന ലാഭം എടുത്ത് അവരങ്ങോട്ട് പോകും. പണ്ട് ബ്രിട്ടീഷുകാരൻ പോയ പോലെ വൻകിട കോർപ്പറേറ്റ്, വിദേശ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ ലാഭം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും, അവരുടെ നാട്ടിലേക്ക് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വ്യവസായികൾക്കെതിരായിട്ട്, ടാറ്റയ്ക്കെതിരെയാണെങ്കിലും അംബാനിക്കെതിരെയാണെങ്കിലും അദാനിക്കെതിരെയാണെങ്കിലും നടത്തുന്ന ബോധപൂർവമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ പിന്നിൽ വിദേശ കുത്തക മുതലാളിമാരുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിൽ ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട്, ഇപ്പൊ ഒരു MP തന്നെ പാർലമെന്റ് പുറത്താക്കിയത് എന്തിനാണ്? ഇന്ത്യയിലെ ഒരു വ്യവസായിയെ ഇല്ലായ്മ ചെയ്യാൻ, ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ ആ MP ചില വൻകിട ശക്തികൾ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞ രീതിയിൽ വിദേശ കുത്തക മുതലാളിമാരാണ് ടാറ്റയ്ക്കും അംബാനിക്കും അദാനിക്കും ഒക്കെ എതിരായ പ്രചരണ പ്രവർത്തനങ്ങളും പിന്നിലുള്ളതെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വിദേശ കുത്തകൾ ഇവിടെ അഴിഞ്ഞാടണമോ അത് ഇന്ത്യയിലുള്ളവർ തന്നെ ഇവിടുത്തെ ബിസിനസ് രംഗം മുന്നോട്ട് നയിക്കണമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം. വിദേശ കുത്തകകൾക്ക് അഴിഞ്ഞാടിക്കൊണ്ട്
ഇന്ത്യയുടെ സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ വ്യവസായികളെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രചരണ പ്രവർത്തനം നമ്മൾ പങ്കാളികളാകും. അല്ല എങ്കിൽ ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.